സുരേഷ് സാർ, സ്കൂൾ നിയമം പാലിക്കാത്തതിന്റെ പേരിൽ ഒരു കുട്ടി മതപരമായ ആചാരപ്രകാരം സ്കൂളിലേക്ക് എത്തുന്നു. അതിനുവേണ്ടി ആ സ്കൂൾ 2 ദിവസത്തേക്കാണ് അടച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയൊരു സംഭവം നടന്നിരിക്കുന്നു. പക്ഷേ ഹിജാബ് വിഷയത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ച് എവിടെയും കോൺഗ്രസിനെ നമ്മൾ രംഗത്ത് എവിടെയും കാണുന്നേയില്ല. അഭിപ്രായ പ്രകടനങ്ങളില്ല. എന്തിനേറെ പറയുന്നു, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പരാമർശവും പ്രസ്താവനകളും നേതാക്കൾ ആരും പങ്കുവച്ചിട്ടില്ല. നേതാക്കൾ പോട്ടെ, പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പോലും ഇല്ല എന്നതാണ് ഖേദകരം. പക്ഷേ ഈ ഹിജാബ് എന്ന് പറയുന്നത് കേവലം കൊച്ചിയിലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമല്ല. ദേശീയ തലത്തിൽ പലതവണ പലപ്പോഴായി അഡ്രസ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, നേരത്തെ കർണാടകയിൽ ഇതേ വിഷയം വന്നപ്പോൾ ആളിക്കത്തിയ കോൺഗ്രസിനെ എന്തുകൊണ്ട് കേരളത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസ് ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഹിജാബ് വിഷയത്തിൽ നിലവിൽ കേരളത്തിനെ സംബന്ധിച്ച് കോൺഗ്രസിന് എവിടെയും, അതായത് പരസ്യമായി സോഷ്യൽ മീഡിയകളിൽ പോലും അല്ലെങ്കിൽ നേതാക്കളുടെ ഒരു അഭിപ്രായം പോലും എവിടെയും അവർ പങ്കുവെക്കാത്തത്? അത് നമ്മൾ അധികം അതിനെപ്പറ്റി ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളാണ്. അതിലൊരു മുസ്ലിം കുട്ടി ഹിജാബ് ഇട്ട് വന്നു. ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോടതിയിൽ പോയി പോലീസുകാരെ അറിയിച്ചു, PTA വിളിച്ചു, പേരൻസിനെ വിളിച്ചു. ഇത് നടക്കില്ല ഞങ്ങളുടെ അവിടെ. അപ്പോഴാണ് SDPIക്കാരെയും കൊണ്ട് ഇവർ തട്ടിക്കയറിയത്. തട്ടിക്കയറിയപ്പോൾ അവിടുത്തെ നൺസ് ഒരു ഡിസിഷൻ എടുത്തു, സ്കൂൾ അടച്ചിടാൻ 2 ദിവസത്തിന്. അതേമാതിരി അവർ കേരള ഹൈക്കോടതി പോയി പ്രൊട്ടക്ഷൻ ചോദിച്ചു. പോലീസിൻ്റെ അടുത്ത് കേരള ഹൈക്കോടതി പറഞ്ഞു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ. ഇപ്പം നമ്മളിത് കമ്പയർ ചെയ്യേണ്ടത് കർണാടകത്തിൽ നടന്ന ഇൻസിഡന്റ്. അവിടെ ഇത് ക്രിസ്ത്യൻ സ്കൂൾ ആയിരുന്നില്ല, ഒരു ഹിന്ദു സ്കൂൾ എന്ന് പറയാൻ പറ്റിയ ഒരു ന്യൂട്രൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു. അവിടെ കോൺഗ്രസ്സുകാർ തട്ടിക്കേറി അവിടെ പ്രകടനം നടത്തി. ഹിജാബ് ഞങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞു. സിദ്ധരാമയ്യ സമ്മതിച്ചു. സിദ്ധരാമയ്യ പറഞ്ഞു പറ്റില്ല, ഹിജാബ് ആർക്ക് എന്ത് വേണമെങ്കിൽ ഇടാം ഡ്രസ്സ് എന്ന് പറഞ്ഞ ആളാണ്. ഇന്ന് കേരളത്തില് KC വേണുഗോപാൽ ആവട്ടെ, VD സതീശനാവട്ടെ, രമേശ് ചെന്നിത്തലാവട്ടെ, സുധാകരനാവട്ടെ, ഒറ്റ ആൾ വായ തുറക്കുന്നില്ല. ഇവർക്കറിയാം, ഇവർ വായ തുറന്നാൽ ക്രിസ്ത്യൻ മാനേജ്മെന്റാണ് അപ്പുറത്തിരിക്കുന്നത്, അവർ ശരിക്കും കൊടുക്കും. വായ തുറന്നില്ലെങ്കിലും ഇപ്പുറത്തിരിക്കുന്നത് മുസ്ലിംസാണ്, അവരും തിരിച്ചടിക്കും. ഇവർ SDPIക്കാർ കൊണ്ടാണ് കയറി വന്നിരിക്കുന്നത്, കോൺഗ്രസ്സുകാരെ കൊണ്ടല്ല സ്കൂളിൽ കയറിയത്. അന്ന് വന്ന് അവിടെ നിന്ന് ശബ്ദവും ഇതൊക്കെ ഉണ്ടാക്കി അവിടെ അടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കി. അപ്പോഴാണ് അവർ പോലീസുകാരെ വിളിച്ചത്, സ്കൂളുകാർ. ഇതിൻ്റെ ഒരു കാര്യമുണ്ട്. ഇത് യൂണിഫോം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും ഒരു തരം ഡ്രസ്സാണ് ബാധകം. നാളെ ഒരു ഹിന്ദു കുട്ടി ഞാൻ നാമം തൊട്ട് ക്ലാസ്സിലേക്ക് വരും, അല്ലെങ്കിൽ ഞാൻ ഭസ്മം തൊട്ട് ക്ലാസ്സിലേക്ക് വരും, അല്ലെങ്കിൽ ഞാനൊരു തിലക് വെച്ചിട്ട് ക്ലാസ്സിലേക്ക് വരും എന്ന് സമ്മതിച്ചു കൊടുക്കും? ഇല്ല. ബിക്കോസ് അതൊരു എന്താ പറയുക, യൂണിഫോമാണ്. ഒരു സ്കൂളിനൊരു യൂണിഫോം ഉണ്ട്, എല്ലാ കുട്ടികളും ഒരേ മാതിരി ആയിരിക്കും. ഇല്ല, ഞങ്ങൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, ഞങ്ങളുടെ റിലീജിയൻ ഇത് സമ്മതിക്കില്ല എന്നാണ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും. അത് ഇതിനു മുമ്പും സുപ്രീം കോടതി വരെ പോയ കേസാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കർണാടക ഹൈക്കോടതിയിൽ ഈ കേസ് പോയപ്പോൾ കർണാടക ഹൈക്കോടതി പറഞ്ഞു ഇല്ല, യൂണിഫോം ഫോളോ ചെയ്യണം. അങ്ങനെയാണ് ഇവർ സുപ്രീം കോടതിയിലെത്തിയത്. അപ്പൊ സുപ്രീം കോടതിയിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ 1-1 ഒരു ജഡ്ജ്മെന്റ്, 2 ജഡ്ജിന്റെ ഒരു ബെഞ്ചാണ് ഇത് കേട്ടത്, കേസ് കേട്ടത്. അത് സ്പ്ലിറ്റ് വേർഡിക്ട്, ഒരാള് ഫോറും ഒരാൾ അഗെയിൻസ്റ്റ് ആയിട്ടും കൊടുത്തു. അത് കാരണം പിന്നെ ചീഫ് ജസ്റ്റിസ് അതിലൊരു വലിയ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തു. പിന്നെ സുപ്രീം കോടതിയിൽ നമുക്കറിയാലോ, ഒരിക്കൽ അങ്ങനെയൊക്കെ റെഫറൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 10-30 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഈ കേസ് പിന്നെയും വരിക. നമ്മൾ ശബരിമല കേസിലും കണ്ടിരുന്നു, ഒരു വിശാല ബെഞ്ചിന് വിട്ടുകൊടുത്തു. ആ വിശാല ബെഞ്ച് എന്ത് ബെഞ്ച് എപ്പോൾ ഫോം ആവാൻ ആർക്കും അറിഞ്ഞു. പക്ഷെ നമ്മൾ അതല്ല നോക്കുന്നത്. ഇതിന്റെ മെയിൻ കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എപ്പോഴും വിളിച്ചു പറയുന്നതാണ് കോൺഗ്രസ്സുകാർ സെക്യുലറിസം സെക്യുലറിസം സെക്യുലറിസം. എന്താ സെക്യുലറിസിന്റെ മീനിങ്? സ്റ്റേറ്റും റിലീജിയനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് ശരിക്കുള്ളൊരു മീനിങ്. അതേ സമയത്ത് നമ്മുടെ കോൺഗ്രസ്സുകാരാവട്ടെ, CPMകാരാവട്ടെ, ബാക്കി പറഞ്ഞമാതിരി ഈ സെക്യുലർ പാർട്ടീസ് ആവട്ടെ, ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ ഒന്ന് അടിച്ചേൽപ്പിക്കാൻ പാടില്ല, ഒരു റിലീജിയന്റേതും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഹിന്ദുക്കളുടെ നേരെയാണ് പറയുന്നത് സ്പെസിഫിക് ആയിട്ട്. ഹിന്ദുക്കളുടെ നേരെ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ ഭാഷണങ്ങൾ, നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങളുടെ ശ്ലോകങ്ങളോ അതൊന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, ബാക്കിയുള്ള ഒരാൾക്കാർ തന്നെ അല്ലേ. അതാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞത് ഹിന്ദു സ്കൂളുകൾക്ക് മാത്രമാണ് ബാധകം. സെക്യുലറിസം ആവുമ്പോൾ എങ്ങനെയാണ് ഒരു റിലീജിയന് മാത്രം ഇവരൊരു സ്പെഷ്യൽ പരിഗണന കൊടുക്കുന്നത്? അതാണ് നമ്മൾ അറിയേണ്ടത്. എന്തിനാണത്?
ഒരു റിലീജിയന് മാത്രം ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു പാർഷ്യാലിറ്റിയാണ് ഇവർ ചെയ്യുന്നത്, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എവിടെയാണ് നിർത്തേണ്ടത്? ബിക്കോസ് നമ്മൾ സ്കൂളിലെ യൂണിഫോം വെച്ചിട്ടാണ് തുടങ്ങുന്നത്, പക്ഷെ നാളെ അത് എവിടെ പോയി നിർത്തുന്ന ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് അതിന്റെ ഒരു മേജർ പ്രോബ്ലം. ഇതാണ് ഒരു സ്കൂള് യൂണിഫോം വെച്ച് നടത്തുമ്പോൾ നാളെ അത് ഏത് യൂണിഫോമാണ്. അപ്പൊ കേന്ദ്രീയ വിദ്യാലയം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സൽവാറാണ് ഇടുക. കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് സൽവാറാണ്, ആൺകുട്ടികൾക്ക് വേറെ ടൈപ്പ് യൂണിഫോം. പക്ഷെ എല്ലാവർക്കും ഒരു തരം യൂണിഫോമാണ്, എല്ലാവരും ഇട്ടേ പറ്റും. അവിടെ ഞാൻ ഹിജാബേ ഇടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഷോൾ ഇട്ടിട്ട് വരും, അല്ലെങ്കിൽ ഞാനൊരു പൊട്ട് തൊട്ട് തിലക്കിട്ടിട്ട് വരും. നമ്മൾ കണ്ടിട്ടുണ്ട് പരീക്ഷയുടെ സെന്ററിൽ വന്നിട്ട്, ഇത് തെലങ്കാനയിൽ നടന്നാണ്, മംഗൾസൂത്രം അഴിച്ചു വയ്ക്കാൻ പറഞ്ഞു ഹിന്ദു സ്ത്രീകളുടെ അടുത്ത്. കല്യാണം കഴിഞ്ഞ ഒരു BEdന്റെ പരീക്ഷയായിരുന്നു. അതേമാതിരി ഗ്രൂപ്പ് 1 നമ്മുടെ നാട്ടിലെ PSC പരീക്ഷ എന്ന് പറഞ്ഞാൽ ആ പരീക്ഷയിൽ വന്ന കുട്ടികളുടെ മംഗളസൂത്രം അഴിച്ചു വെപ്പിച്ചു. ആലോചിച്ചു. അതേ സമയത്ത് അപ്പുറത്തിൽ കൂടെ പോയ ഒരു ബുർക്കായിട്ട കുട്ടിയെ ചെക്ക് ചെയ്തില്ല. ഇതാണ് അവിടുത്തെ ഒരു എട്ടത്താപ്പ്. സെക്യുലറിസം എന്താണ്? ഒരാൾക്കും ഒരു പാർഷ്യാലിറ്റിയും പാടില്ല. നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഈ സ്കൂളിന്റെ എല്ലാ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യുന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള നമ്മളൊരു ഫോം സൈൻ ചെയ്യുന്നുണ്ട്. എന്താണിത് നമ്മൾ ഫോളോ ചെയ്യാത്തത്? ഫോളോ ചെയ്യാത്തപ്പോൾ പിടിച്ച് പുറത്തേക്കാക്കാം, വേറെ വഴിയില്ല അതിൽ. ഇതാണ് അതിന്റെ വേറെ ഒരു കാര്യം. TC വാങ്ങിച്ച് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്കൂളിൽ പൊക്കോളെ, വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർന്നോ. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ട് ഒരു കാര്യം. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഈ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇതിന് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇത് ഇന്നായി കഴിഞ്ഞാൽ നാളെ വേറെ ഒന്നാവും, മറ്റന്നാൾ വേറെ ഒന്നാ. നിങ്ങൾ തൊപ്പിയിട്ട് വരും എന്ന് പറയും ചില ആൺകുട്ടികൾ പിന്നെ ക്ലാസ്സിലേക്ക്. പിന്നെ ഈ പറഞ്ഞവർ അതും പിന്നെ നിൽക്കില്ല. പിന്നെ അവിടുന്ന് ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ്, മുമ്പിലേക്ക് അവിടെ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ അത്. പക്ഷെ സ്കൂളിൽ ഇത് കയറ്റിവിടാൻ പറ്റില്ല. നമ്മളൊരു സെക്യുലർ കൺട്രി ആണെങ്കിൽ, നമ്മളൊരു ഇസ്ലാമിക് കൺട്രി ആണെങ്കിൽ വേറെ കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഏത് ഗൾഫ് കൺട്രിയിൽ പോയാലും കാണാം, അവിടെ കുറെ പെൺകുട്ടികൾ ഹിജാബ് ഇട്ട് നടക്കുന്ന കാണാം, ചിലർ ബുർക്കിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടില് 30 കൊല്ലം മുമ്പ് ബുർക്ക കണ്ടിരുന്നു എവിടെയെങ്കിലും? വളരെ റെയറായിരുന്നു. പക്ഷെ ഇപ്പോ അതൊരു നോമായി മാറിക്കഴിഞ്ഞു. അതേ സമയത്ത് നമ്മൾ സൗദി അറേബ്യയിലും ബാക്കിയുള്ള ദുബായ് സ്ഥലത്ത് പോയി കഴിയുമ്പോഴൊക്കെ ഒരുതരം മോഡേൺ അപ്രോച്ചാണ് അവർക്കുള്ളത് റിലീജിയന്റെ നേരെ. നിങ്ങൾക്ക് ഏത് ഇടാം, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളോ, നിങ്ങൾ കണക്കുണ്ട്. ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് ഡീസെന്റ്. അതാണ് അതിന്റെ ഒരു കണക്ക്. ഡീസെന്റ് ആയിരിക്കണം എന്നാണ്. ഡീസെന്റ് അല്ലെങ്കിലാണ് പിന്നെ ഇഷ്യൂ വരാൻ പോകുന്നത്. ഇതിന്റെ ഒരു ഇതാണ് നീതു നമ്മൾ കാണുന്നത്. റിലീജിയൻ ബേസ്ഡ് ഒരു എന്താ പറയുക, അടിച്ച് ഏൽപ്പിക്കല്. ആ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ്, ഈ കേസ് ഞാൻ പറഞ്ഞത്, ഈ കേസിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിപ്പോയി. അല്ലെങ്കിൽ വല്ല ഭാരതീയ വിദ്യാഭവനോ അല്ലെങ്കിൽ സരസ്വതി ശിശു മന്ദിരാണെങ്കിൽ പിന്നെ പറയണ്ട പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ളത്. ഇപ്പൊ അവർ പറയുന്നത്, ഞങ്ങള് എന്തിനാണ് ഇവർ കയറി വന്ന് തട്ടിക്കയറി? ഇവരെന്തിനാണ് SDPA-ക്കാരെ കൊണ്ട് സ്കൂളിൽ വന്നത്? അവരാരാണ് SDPA-ക്കാർ സ്കൂളിൽ കയറാനുള്ളത്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇതൊരു എന്താ പറയുക, വിട്ടുകൊടുക്കുന്നത്. അതും കേരളത്തിലുമായി ഇപ്പോൾ കണ്ടക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് സ്കൂളിൽ അവിടെ ഏതെങ്കിലും ചെറിയ സ്കൂളിൽ ചെറിയൊരു അടി ഉണ്ടായാൽ മതി, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കയറി കളിക്കും. നമ്മൾ മണിപ്പൂർ കണ്ടിരുന്നു. മണിപ്പൂരിൽ തന്നെ ഉണ്ടായത്. മണിപ്പൂർ ചെറിയൊരു കലാപം, നല്ല വലിയൊരു കലാപം, എന്തുണ്ടായാലും അപ്പൊ തന്നെ ഇവർ ഇറങ്ങും. പണ്ട് കൽക്കട്ടയിൽ നൺസിന്റെ നേരെ അറ്റാക്ക് നടന്നു എന്നത് 2014 ഇലക്ഷൻ സമയത്ത് പിന്നെ മനസ്സിലായി അത് ബംഗ്ലാദേശിക്കാരെ ചെയ്തതെന്ന് മനസ്സിലായി. ആദ്യം ഹിന്ദുത്വക്കാരുടെ നേരാണ് പറയോ, ഇതൊക്കെ ഹിന്ദുത്വക്കാർ ചെയ്തതാണ്, ഇവര് ചെയ്യുന്നതാണ്, ഇവര് വേണമെന്ന് ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ ചോദിക്കാനുള്ളത്, കോൺഗ്രസ്സുകാർ പിന്നെ അതാ ചോദിക്കുന്നത്, കോൺഗ്രസ്സുകാർക്ക് എന്ത് പറ്റി? എന്താ അവിടെ മിണ്ടാണ്ടിരിക്കുന്ന? ഒരു ശബ്ദം അനക്കമില്ലല്ലോ. സുധാകരന്റെ ആവട്ടെ, ഈ പറഞ്ഞ സതീഷിന്റെ ആവട്ടെ, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പട്ടി പൂച്ചയെ പറ്റിയിട്ടും ഇവര് ഒപ്പീനിയൻ പറയുന്ന ആൾക്കാര് ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല. നീതു ഇനി എന്താണ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ കയറി ഇങ്ങനെ അടിയുണ്ടാക്കാൻ പോയത്? ഇവർ വേണമെന്ന് വെച്ച് ചെയ്താണ്. ഇവരൊരു റിലീജിയസ് ഐഡന്റിറ്റി കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ് ഇവരുടെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.